കടൽക്ഷോഭത്തിൽ തകർന്നടിഞ്ഞ തീരദേശ മേഖലയിൽ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് നാട്ടുകാർ പൊക്കുളങ്ങരയിൽ ദേശീയപാത ഉപരോധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി ആരംഭിച്ച അധികൃതർ. ജില്ലാ കളക്ടർ ടി.വി. അനുപമ കടൽക്ഷോഭ ബാധിത പ്രദേശങ്ങളിൽ വീണ്ടും എത്തി. ആശ്വാസ നടപടികൾ പ്രതീക്ഷിച്ച് കടലോരവാസികൾ. പി.സി. ജോർജ് എം.എൽ.എയെ പാലിയേക്കര ടോൾ പ്ലാസയിൽ തടഞ്ഞു. ടോൾ പ്ലാസയിൽ നടക്കുന്നത് കമ്പനിയുടെ ഗുണ്ടായിസമാണെന്ന് പി.സി. ജോർജ്. കനത്ത മഴയിൽ പുഴകളും തോടുകളും കരകവിഞ്ഞൊഴുകി. വെള്ളക്കെട്ട് ദുരിതം പേറി ജനം. വാർത്തകൾ വിശദമായി. കടൽക്ഷോഭത്തിൽ തകർന്നടിഞ്ഞ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് നാട്ടുകാർ പൊക്കുളങ്ങരയിൽ ദേശീയപാത ഉപരോധിച്ചു. ഏത്തായി, അഴിമുഖം, പൊക്കുളങ്ങര പ്രദേശങ്ങളിൽ കാലവർഷക്കെടുതികൾ അനുഭവിക്കുന്ന 100ഓളം പേരാണ് രാവിലെ 10:15 ദേശീയപാത ഉപരോധ സമരം തുടങ്ങിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാട്ടുകാർ ദേശീയപാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. കടൽക്ഷോഭത്തിൽ തകർന്ന സീവാൾ റോഡിലെ മണൽത്തിട്ട മാറ്റുക, കടൽഭിത്തി അടിയന്തരമായി കെട്ടുക, വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുക, കുടിവെള്ളം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചായിരുന്നു ഉപരോധം. പൊക്കുളങ്ങര മുതൽ ചേറ്റുവ വരെയും തെക്കുഭാഗത്ത് ഏഴാംകല്ല് വരെയും 100ലേറെ വാഹനങ്ങൾ ഉപരോധത്തെ തുടർന്ന് വഴിയിൽ കുടുങ്ങി. ഇതിനിടെ വാടനപ്പള്ളി എസ്.ഐ. എം.കെ. രമേശ് സ്ഥലത്തെത്തി ഉപരോധം നിർത്തണമെന്നാവശ്യപ്പെട്ടെങ്കിലും നാട്ടുകാർ വിസമ്മതിച്ചു. 1.5 മണിക്കൂർ കഴിഞ്ഞ് ചാവക്കാട് തഹസിൽദാർ പി. പ്രേംചന്ദ് സ്ഥലത്തെത്തി. തുടർന്ന് ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് ഓഫീസിൽ തഹസിൽദാർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉദയ് തോട്ടപ്പള്ളി, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ നാട്ടുകാരുമായി ചർച്ച നടത്തി. 1 മാസം മുൻപ് നിർത്തിവെച്ച മണൽത്തിട്ട കെട്ടലിന് കളക്ടർ അനുമതി നൽകിയതായി പ്രസിഡന്റ് ഉദയ് തോട്ടപ്പള്ളി അറിയിച്ചു. സാങ്കേതിക അനുമതി ലഭിക്കാതിരുന്നതാണ് മണൽത്തിട്ട ഉയർത്തുന്ന നടപടിക്ക് തടസ്സമായതെന്ന് അദ്ദേഹം പറഞ്ഞു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മണൽ മൂടിയ അഴിമുറിക്കൽ, അടിയന്തരമായി കുടിവെള്ളം നാളെ മുതൽ വിതരണം ചെയ്യുക തുടങ്ങിയ നടപടികൾ ആരംഭിച്ചതായും പ്രസിഡന്റ് നാട്ടുകാരെ അറിയിച്ചു. വീടുകൾ നഷ്ടപ്പെട്ടവർ അപേക്ഷ നൽകിയാൽ നഷ്ടപരിഹാര തുക ഉടൻ നൽകുമെന്ന് തഹസിൽദാറും അറിയിച്ചതോടെ നാട്ടുകാർ ഉപരോധ സമരം നിർത്തിവെക്കുകയായിരുന്നു. TCV തൃപ്രയാർ. ഏങ്ങണ്ടിയൂരിൽ കടൽക്ഷോഭക്കെടുതികൾ അനുഭവിക്കുന്ന നാട്ടുകാരുടെ ദേശീയപാത ഉപരോധ സമരം ഫലം കണ്ടു. അടിയന്തരമായി മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ ചാവക്കാട് തഹസിൽദാറുടെയും ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് അധികൃതരുടെയും നേതൃത്വത്തിൽ ആരംഭിച്ചു. പൊക്കുളങ്ങരയിൽ നിന്ന് ഒഴുകിയെത്തുന്ന കടൽവെള്ളം അഴിമുഖത്തേക്ക് ഒഴുകിപ്പോയിരുന്ന പ്രധാന ഭാഗമാണ് മണൽ മൂടി കിടന്നിരുന്നത്. കഴിഞ്ഞ 20 വർഷമായി മണൽ മൂടി കിടക്കുന്ന അഴി തുറക്കാതെ മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അസാധ്യമാണെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. ഇതുകൂടി കണക്കിലെടുത്ത അധികൃതർ അഴി തുറന്ന് നീരൊഴുക്ക് ക്രമത്തിലാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ചാവക്കാട് തഹസിൽദാർ പി. പ്രേംചന്ദ്, ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദയ് തോട്ടപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അഴി തുറക്കാനുള്ള അളവെടുപ്പ് നടത്തിയത്. 100 മീറ്റർ നീളത്തിലും 30 മീറ്റർ വീതിയിലും 6 മീറ്റർ ആഴത്തിലുമാണ് അഴി പുനഃസ്ഥാപിക്കുക. ഇത് സംബന്ധിച്ച് എസ്റ്റിമേറ്റ് അടുത്ത ദിവസം തന്നെ ജില്ലാ കളക്ടർക്ക് കൈമാറും. തുടർന്ന് 2 ദിവസത്തിനകം അഴി തുറക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങും. തീരദേശ പഞ്ചായത്തുകളിൽ പെടുന്ന വലപ്പാട് 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. വലപ്പാട് കരയാമുട്ടം സ്കൂൾ, എടമുട്ടം UP സ്കൂൾ, പള്ളിപ്രം സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ തുറന്നത്. എടമുട്ടത്തും കരയാമുട്ടത്തും 30 വീതം കുടുംബങ്ങളിലായി 100ഓളം പേരാണ് ക്യാമ്പിൽ എത്തിയിട്ടുള്ളത്. അതേസമയം അഴിമുറിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് 3 ലക്ഷം രൂപ അനുവദിച്ചതായി KV അബ്ദുൽ ഖാദർ MLA അറിയിച്ചു. കൂടാതെ കലുങ്ക് നിർമ്മാണത്തിനും സംരക്ഷണ ഭിത്തിക്കുമായി ആവശ്യമായ തുക അനുവദിക്കുമെന്നും MLA അറിയിച്ചു. TCV ന്യൂസ് തൃപ്രയാർ. ജില്ലാ കളക്ടർ ടി.വി. അനുപമ കടൽക്ഷോഭ ബാധിത പ്രദേശങ്ങളിൽ വീണ്ടും എത്തി. ആശ്വാസത്തിന്റെ വാക്കുകളുമായി. കഴിഞ്ഞ തിങ്കളാഴ്ച സന്ദർശിക്കാൻ കഴിയാതിരുന്ന ഇടവിലങ്ങ് പഞ്ചായത്തിലെ കാരവ കടപ്പുറം, പുതിയ റോഡ്, എറിയാട് പഞ്ചായത്തിലെ ചന്ത, ചേരമാൻ, ആറാട്ടുവഴി എന്നീ കടപ്പുറങ്ങളിലാണ് കലക്ടർ എത്തിയത്. കടൽവെള്ളത്തിലൂടെ ഏറെ ദൂരം നടന്ന കലക്ടർ തീരപ്രദേശത്തിന്റെ ദുരിതം അനുഭവിച്ചറിഞ്ഞു. എറിയാട് കടപ്പുറത്തു നിന്നും മടങ്ങാനൊരുങ്ങിയ കലക്ടറോട് കടലെടുത്ത തങ്ങളുടെ വീടുകൾ സന്ദർശിക്കണമെന്ന സ്ത്രീകൾ ആവശ്യപ്പെട്ടു. പോലീസ് തടയാൻ ശ്രമിച്ചുവെങ്കിലും കലക്ടർ കടപ്പുറത്തേക്ക് തിരിച്ചു നടന്നു. കടൽക്ഷോഭത്തിൽ തകർന്ന വീടുകളിലൊന്ന് സന്ദർശിക്കുകയും സ്ത്രീകളുടെ പരാതി കേൾക്കുകയും ചെയ്തു. എടവിലങ്ങ് കാരവ കടപ്പുറത്തു നിന്നും കാറിൽ മടങ്ങും വഴി കണ്ണീരുമായി എത്തിയ പോണത്ത് ഉഷ എന്ന വീട്ടമ്മയെ ആശ്വസിപ്പിച്ച ശേഷമാണ് ജില്ലാ കളക്ടർ ടി.വി. അനുപമ മടങ്ങിയത്. എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് AP ആദർശ്, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് VA സബാഹ് എന്നിവരും കളക്ടർക്കൊപ്പമുണ്ടായിരുന്നു. അതേസമയം കളക്ടറെ അനുഗമിച്ചിരുന്ന എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനനും മറ്റു ചില ജനപ്രതിനിധികളും ചേരമാൻ കടപ്പുറത്ത് വെച്ച് മടങ്ങിപ്പോകാൻ ഒരുങ്ങിയെന്നാരോപിച്ച് നാട്ടുകാർ പ്രസിഡന്റിന്റെ വാഹനം തടഞ്ഞു. പോലീസ് ഇടപെട്ടുവെങ്കിലും നാട്ടുകാർ പിന്മാറിയില്ല. പിന്നീട് ജീപ്പ് താൽക്കാലികമായി ഉപേക്ഷിച്ച് പഞ്ചായത്ത് പ്രസിഡന്റും സംഘവും മറ്റൊരു കാറിൽ മടങ്ങി.
സമീപ ദിവസങ്ങളിൽ കടൽക്ഷോഭ ബാധിത പ്രദേശം സന്ദർശിക്കാതിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കലക്ടർ വന്നപ്പോഴാണ് കടപ്പുറത്തെത്തിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. TCV കൊടുങ്ങല്ലൂർ. PC ജോർജ് MLA പാലിയേക്കര ടോൾ പ്ലാസയിൽ തടഞ്ഞത് വാക്കേറ്റത്തിനിടയാക്കി. ഇടവേള. വാർത്ത തുടർന്നു. പാലിയേക്കര ടോൾ പ്ലാസയിൽ നടക്കുന്നത് കമ്പനിയുടെ ഗുണ്ടായിസമാണെന്ന് PC ജോർജ്. ജനപ്രതിനിധി എളവള്ളി പഞ്ചായത്തിലെ 10, 11 വാർഡുകളിലൂടെ കടന്നുപോകുന്ന കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് കരകവിഞ്ഞു. തോടിന്റെ സമീപ പ്രദേശത്തെ വീടുകൾ കനത്ത വെള്ളക്കെട്ടിലായി. കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിൽ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന മുളം കൂടുകളും മരങ്ങളും കുളവാഴകളും വേനൽക്കാലത്ത് നീക്കം ചെയ്യാത്തതാണ് തോട് കരകവിയാൻ കാരണമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഇത് സംബന്ധിച്ച് TCV നേരത്തെ വാർത്ത നൽകിയിരുന്നു. കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിന്റെ ബണ്ട് റോഡിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. രോഗികളെ കസേരയിലെടുത്താണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അമ്പലത്ത് വീട്ടിൽ കബീർ, തത്തോത്ത് രാമകൃഷ്ണൻ, പുലിക്കോട്ടിൽ സാഫി, തെപ്പുറത്ത് സരോജിനി, കോട്ടമൽ സുലോചന എന്നിവരുടെ വീടുകൾക്ക് ചുറ്റും വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കളായ CJ സ്റ്റാൻലി, PR പ്രേമൻ, NK സുലൈമാൻ എന്നിവർ ആവശ്യപ്പെട്ടു. കനത്ത മഴയിൽ ചാട്ടുകുളം നിറഞ്ഞ് കരകവിഞ്ഞൊഴുകി. റോഡിലെ വെള്ളക്കെട്ടിൽ ഗതാഗതം ദുരിതമാകുന്നു. കുന്നുകുളം ചാട്ടുകുളം നിറഞ്ഞ് റോഡിലേക്ക് വെള്ളം കയറിയതോടെ ചാട്ടുകുളം ചെമ്മണ്ണൂർ റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇതോടെ കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ദുരിതമായി. കുന്നംകുളത്തു നിന്നും ഗുരുവായൂരിലേക്കുള്ള പ്രധാന റോഡായ ഇവിടെ ദിവസവും 100 കണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. എന്നാൽ ബസ്സുകൾ അമിത വേഗത്തിലെത്തുന്നത് ചെറുവാഹനങ്ങൾക്ക് ദുരിതമാവുകയാണ്. വെള്ളം ഒഴുകിപ്പോകാനുള്ള കാനകളോ മറ്റ് ശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളോ ഇവിടെ നടത്തിയിട്ടില്ല. കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് ഏനാമാവിലെയും ഇടിയഞ്ചിറയിലെയും താൽക്കാലിക വളയം കെട്ടുകൾ കൂടുതൽ പൊട്ടിച്ച് വെള്ളം പുഴയിലേക്ക് ഒഴുക്കി. മുരളി പെരുന്നെല്ലി MLA, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AK ഹുസൈൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വളയം കെട്ട് പൊട്ടിച്ച് വെള്ളം ഒഴുക്കിവിട്ടത്. ഇടിയഞ്ചിറ മേഖലയിലും തണ്ണീർക്കായൽ മേഖലയിലും വീടുകളിലേക്ക് വെള്ളം കയറി ജനജീവിതം ദുസ്സഹമായ വാർത്ത TCV കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടായത്. കൂടുതൽ റെഗുലേറ്ററുകൾ തുറന്നതോടെ വെള്ളക്കെട്ട് അല്പം കുറഞ്ഞിട്ടുണ്ട്. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ അടിപ്പാതയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ കാർ മുങ്ങി. കാറിനകത്തുണ്ടായിരുന്ന 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെള്ളക്കെട്ടിൽ പൊന്തിക്കിടന്ന കാർ പിന്നീട് നാട്ടുകാർ കരയ്ക്കെത്തിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച രാത്രിയാണ് ചാലക്കുടിയിലേക്ക് പോവുകയായിരുന്ന 2 അംഗ സംഘം സഞ്ചരിച്ചിരുന്ന കാർ മഴവെള്ളത്തിൽ മുങ്ങിപ്പോയത്. കാറിനകത്ത് വെള്ളം കയറിയതോടെ അകത്തുണ്ടായിരുന്നവർ ഡോർ തുറന്ന് പുറത്തു കടന്നു. റെയിൽവേ അടിപ്പാതയിൽ കഴിഞ്ഞ 2 ദിവസമായി വെള്ളക്കെട്ട് രൂക്ഷമാണ്. അടിപ്പാതയിലെ മഴവെള്ളം പുഴയിലേക്ക് ഒഴുകിപ്പോകാനായി പൈപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ പെരിങ്ങൽകുത്ത് ഡാം തുറന്നതോടെ പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു. ഇതോടെ പുഴയിൽ നിന്നുള്ള വെള്ളം പൈപ്പ് വഴി അടിപ്പാതയിൽ എത്തിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായത്. കനത്ത മഴയിൽ കയ്പമംഗലം മേഖല പൂർണ്ണമായും വെള്ളത്തിലായി. എടത്തുരുത്തി പഞ്ചായത്തിലെ ഭൂരിഭാഗം പ്രദേശവും വെള്ളക്കെട്ടിലാണ്. ചന്ദ്രാപ്പന്നി സെന്ററിന് തെക്ക് വശത്ത് നമ്പ്രാട്ട് തോട് കരകവിഞ്ഞൊഴുകുകയാണ്. ദേശീയപാത തകർന്നു. ചന്ദ്രാപ്പന്നി മേഖലയിൽ റോഡുകൾ പൂർണ്ണമായും വെള്ളത്തിലാണ്. 100-ലധികം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചന്ദ്രാപ്പന്നി ഈസ്റ്റ് PM MUP സ്കൂളിൽ 76 കുടുംബങ്ങളെയും ചന്ദ്രാപ്പന്നി GLP സ്കൂളിൽ 16 കുടുംബങ്ങളെയും സിറാജ് നഗർ SNVLP സ്കൂളിലേക്ക് 3 കുടുംബങ്ങളെയും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കയ്പമംഗലം ചളിങ്ങാട് GLP സ്കൂളിൽ 43 കുടുംബങ്ങളെയും കൂരിക്കുഴി മദ്രസയിൽ 10 കുടുംബങ്ങളെയും കൂരിക്കുഴി GLP സ്കൂളിൽ 2 കുടുംബങ്ങളെയും മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് കൂരിക്കുഴി പ്രാഥമികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ വിധു ഗംഗാധരന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ ക്യാമ്പിലുള്ളവർക്ക് ഭക്ഷണവും നൽകുന്നുണ്ട്. കാലവർഷം കനത്തതോടെ നാശനഷ്ടങ്ങളും വെള്ളക്കെട്ടിനെയും തുടർന്ന് മുകുന്ദപുരം താലൂക്കിൽ 9 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 125 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 400ഓളം പേരാണ് വിവിധ ക്യാമ്പുകളിലുള്ളതെന്നും മുകുന്ദപുരം തഹസിൽദാർ അറിയിച്ചു. കൂടാതെ തൃശൂർ താലൂക്കിൽപ്പെട്ട ബംഗ്ലാവ്, കൊക്കിരപ്പള്ളത്തെ 50ഓളം കുടുംബങ്ങൾ വെള്ളത്തിൽ മുങ്ങി. ചിലർ ബന്ധുവീടുകളിലേക്കും കുറച്ചുപേർ ആറാട്ടുപുഴ സ്കൂളിലും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കാട്ടൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ UP വിഭാഗത്തിൽ 16 കുടുംബത്തിലെ 42 പേർ, കാരാഞ്ചിറ സെന്റ് സേവിയേഴ്സ് സ്കൂളിൽ 7 കുടുംബത്തിലെ 19 പേർ, കാറളം ALP സ്കൂളിൽ 19 കുടുംബത്തിലെ 60 പേർ,
പുല്ലൂർ അംഗൻവാടിയിൽ 3 കുടുംബത്തിലെ 8 പേർ, പറപ്പൂക്കര ഗവൺമെന്റ് LP സ്കൂളിൽ 4 കുടുംബത്തിലെ 34 പേർ, തൊട്ടിപ്പാൾ കർഷക സമാജം UP സ്കൂളിൽ 12 കുടുംബത്തിലെ 45 പേർ, കാക്കാത്തിരുത്തി SNG UP സ്കൂളിൽ 43 കുടുംബത്തിലെ 118 പേർ, മൂർക്കനാട് സെന്റ് ആന്റണീസ് LP സ്കൂളിൽ 10 കുടുംബത്തിലെ 42 പേർ, മൂർക്കനാട് ശിവജി നഗർ ചാച്ചാജി അംഗൻവാടിയിൽ 3 കുടുംബത്തിലെ 9 പേർ, വെളുക്കര 4 കുടുംബവും മനവല്ലശ്ശേരി 4 കുടുംബവും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയിരിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവർക്ക് വേണ്ടിയുള്ള ഭക്ഷണവും ആരോഗ്യ സംരക്ഷണവും നൽകി വരികയാണെന്ന് തഹസിൽദാർ മധുസൂദനൻ അറിയിച്ചു. ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് താൽക്കാലിക അവധി നൽകിയിട്ടുണ്ട്. താലൂക്ക് ആസ്ഥാനത്ത് ദുരന്ത നിവാരണ സെൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. TCV ഇരിങ്ങാലക്കുട. ശക്തമായ മഴയിൽ വരന്തരപ്പള്ളി പഞ്ചായത്തിൽ 2 വീടുകൾ തകർന്നു വീണു. കോരനൊടി, മുതുപ്പറമ്പിൽ നളിനി, മുപ്ലിയം, എരുമക്കാടൻ, കമല എന്നിവരുടെ വീടുകളാണ് തകർന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് EM ഉമ്മർ, അംഗങ്ങളായ ഓമനക്കുട്ടൻ, ഷീന ചന്ദ്രൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ചാലക്കുടിയിൽ കനത്ത മഴയിൽ വീടുകളിലേക്ക് വെള്ളം കയറി. കട്ടിപ്പൊക്കം കനാലിന് സമീപം മാളിയേക്കൽ ഓമന, വലിയകത്ത് പാത്തുമ്മ എന്നിവരുടെ വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. വീട്ടുപകരണങ്ങളും വെള്ളത്തിലായി. ഓമനയുടെ വീടിനു ചുറ്റും വെള്ളമാണ്. വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പലിന്റെ നേതൃത്വത്തിൽ നഗരസഭ ജീവനക്കാരെത്തി മഴവെള്ളം കനാലിലേക്ക് ഒഴുക്കിവിടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ചെങ്ങാലൂർ സ്നേഹപുരം കുമ്പാര കോളനിയിൽ വൈദ്യുതി കമ്പികൾ താഴ്ന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. കോളനിയിലെ വീടുകൾക്ക് മുകളിലൂടെ പോകുന്ന കമ്പികളാണ് അപകടകരമായ രീതിയിൽ താഴ്ന്നിരിക്കുന്നത്. റോഡിൽ നിൽക്കുന്ന വൈദ്യുത കാൽ ചെരിഞ്ഞതാണ് പ്രശ്നത്തിന് കാരണം. കോളനിയിലെ മൺപാത്ര നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന വാഹനങ്ങൾ വൈദ്യുത കമ്പികളിൽ തട്ടി ഷോക്കേൽക്കാൻ സാധ്യതയേറെയാണ്. മഴയും കാറ്റും ശക്തമായതോടെ ചെരിഞ്ഞു നിൽക്കുന്ന പോസ്റ്റ് വീടുകളിലേക്ക് വീഴുമെന്ന ആശങ്കയിലാണ് കോളനി നിവാസികൾ. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആക്ഷേപമുണ്ട്. കുന്നംകുളം ആനക്കലിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ചീരംകുളം മാണിയനിൽ സിനിമോന്റെ വീട്ടുവളപ്പിലെ കിണറാണ് ശക്തമായ ശബ്ദത്തോടെ ഇടിഞ്ഞ് മണ്ണിനടിയിലേക്ക് താഴ്ന്നുപോയത്. കിണറിൽ വെള്ളം ശക്തമായി ഇളകുന്ന ശബ്ദം കേട്ടിരുന്നു. കിണറിന്റെ മുകൾ ഭാഗം മുഴുവൻ മണ്ണിനടിയിൽ താഴ്ന്നു. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറിയതോടെ കുഴൂർ പഞ്ചായത്തിലെ എരവത്തൂർ, കൊച്ചുകടവ് എന്നിവിടങ്ങളിൽ ദുരിതാശ്വാസ കേന്ദ്രം തുറന്നു. എരവത്തൂർ LP സ്കൂളിൽ 8ഉം കൊച്ചുകടവിൽ കേന്ദ്രത്തിൽ 6ഉം കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിയിരിക്കുന്നത്. ഇരുമ്പങ്ങത്തറ, പുലയൻതുരുത്ത്, പള്ളി ബസാർ, മേലാംതുരുത്ത്, തോപ്പുതറ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. ചാവക്കാട് മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു. നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി. ചാവക്കാട് വടക്കേ ബൈപ്പാസിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് നിരവധി കടകളിലേക്ക് വെള്ളം കയറി. MRRM സ്കൂൾ വെള്ളക്കെട്ടിൽ മുങ്ങി. മേഖലയിലെ ബ്ലാങ്ങാട്, തോട്ടാപ്പ്, വെളിച്ചെണ്ണപ്പടി, വട്ടേക്കാട്, കറുകമാട്, തെക്കൻ പാലയൂർ, പുന്ന, എടക്കഴിയൂർ ബീച്ച്, നാലാംകല്ല് ബീച്ച് എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത്. പല വീടുകളുടെയും അകത്തേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് ഇവർ ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചു. അതേസമയം കടൽ ശാന്തമായെങ്കിലും കടപ്പുറം മേഖലയിലെ വീടുകളെല്ലാം മണ്ണും ചെളിയും നിറഞ്ഞ് വാസയോഗ്യമല്ലാതെ കിടക്കുകയാണ്. ഇവ പൂർവ്വസ്ഥിതിയിലാവാൻ 1 മാസമെങ്കിലും എടുക്കുമെന്നാണ് ഇവർ പറയുന്നത്. പറപ്പൂക്കര മാഞ്ഞാംകുഴി റെഗുലേറ്ററിൽ മരങ്ങൾ തടഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ടു. ശക്തമായ മഴയിൽ പുഴയിലൂടെ ഒഴുകി വന്ന വലിയ മരങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് റെഗുലേറ്ററിന്റെ ഷട്ടറിൽ തടഞ്ഞു നിന്നത്. ഒഴുക്ക് തടസ്സപ്പെട്ടതോടെ കുറുമാലിപ്പുഴയുടെ ഇരുകരകളിലും വെള്ളം കയറി. നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തിയാണ് മരങ്ങൾ നീക്കിയത്. വലിയ മരങ്ങൾ മുറിച്ച് പുഴയിലൂടെ തന്നെ ഒഴുക്കിവിട്ടു. 3 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തടസ്സങ്ങൾ നീക്കാനായത്. വനമേഖലയിലെ പുഴയോരത്തെ പാഴ്മരങ്ങളും തോട്ടങ്ങളിൽ നിന്ന് കടപുഴകി വീഴുന്ന റബ്ബർ മരങ്ങളുമാണ് പുഴയുടെ ഒഴുക്കിന് തടസ്സമായത്. സ്റ്റേഷൻ ഓഫീസർ V. മുരളീധരൻ, ലീഡിംഗ് ഫയർമാൻ ജിജി, ഫയർമാൻമാരായ നിമേഷ്, ക്ലമൻ, മനു, അഷാജുദ്ദീൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തടസ്സങ്ങൾ നീക്കിയത്. പറപ്പുകര പഞ്ചായത്ത് പ്രസിഡന്റ് കാർത്തിക ജയൻ, നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല മനോഹരൻ, ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്ത് എത്തിയിരുന്നു.
ചാവക്കാട് കടൽക്ഷോഭത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ പറഞ്ഞു. കടൽക്ഷോഭം മൂലം ദുരിതമനുഭവിക്കുന്ന കടപ്പുറം പഞ്ചായത്തിലെ ദുരിത മേഖലകളിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടൽ ഭിത്തിയുടെ അഭാവമാണ് കടൽ രൂക്ഷമായി കരയിലേക്ക് കയറാൻ കാരണമായി കാണുന്നത്. പഴയ കടൽ ഭിത്തിയാണ് ഇവിടെയുള്ളത്. ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരോടും മുഖ്യമന്ത്രിയോടും നിയമസഭയ്ക്കുള്ളിലും ഇക്കാര്യം താൻ ആവശ്യപ്പെടുമെന്ന് MLA കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CH റഷീദ്, ജില്ലാ സെക്രട്ടറി PA ഷാഹുൽ ഹമീദ്, മണ്ഡലം നേതാക്കൾ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഹസീന താജുദ്ദീൻ, കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് PK ബഷീർ തുടങ്ങിയവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. പഴയന്നൂർ കടകളിൽ വീണ്ടും മോഷണം. പഴയന്നൂർ തിരുവില്ലാമല റോഡിലുള്ള അൽതാജ് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നും 4500 രൂപ നഷ്ടപ്പെട്ടു. സമീപത്ത് തന്നെയുള്ള ചിന്നൂസ് ഹോട്ടൽ, ആക്രിക്കട എന്നിവിടങ്ങളിൽ മോഷണ ശ്രമവും ഉണ്ടായിട്ടുണ്ട്. പഴയന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം പഴയന്നൂരിലെ തന്നെ 3ഓളം കടകളിൽ മോഷണ ശ്രമം നടന്നിരുന്നു. ഞായറാഴ്ച പങ്ങാരപ്പള്ളിയിലെ കുരിശുപള്ളികളിലും മോഷണം നടന്നു. പോലീസ് അനാസ്ഥയാണ് തുടർച്ചയായ മോഷണങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഭാരത മണ്ണിൽ 100 ഷോറൂമുകളുമായി കല്യാൺ ജ്വല്ലേഴ്സ്. തൃശൂരിന്റെ അഭിമാന ജ്വല്ലറി രാജ്യത്തിന്റെ അഭിമാനമാകുന്നു. ജനം ഹൃദയത്തിൽ വിശ്വാസം രേഖപ്പെടുത്തിയ കല്യാൺ ജ്വല്ലേഴ്സ് രാജ്യത്തിന്റെ അഭിമാനമാവുകയാണ്. വ്യാപാര രംഗത്ത് നൂറ്റാണ്ട് പിന്നിട്ട പാരമ്പര്യമുള്ള കല്യാൺ ജ്വല്ലേഴ്സിന്റെ ജ്വല്ലറികൾ രാജ്യത്ത് 100-ലെത്തുകയാണ്. തൃശൂരിന്റെ മണ്ണിൽ നിന്ന് ലോകത്തോളം വളർന്ന കല്യാൺ ജ്വല്ലേഴ്സിന്റെ കുതിപ്പ് സാംസ്കാരിക തലസ്ഥാനത്തിനും പൊൻതൂവലാവുകയാണ്. ഈ മാസം 21-ന് 3 ജ്വല്ലറികളാണ് കല്യാൺ ജ്വല്ലേഴ്സ് തുറക്കുന്നത്. മധ്യപ്രദേശിലെ ഇൻഡോറിലും മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലും ഛത്തീസ്ഗഡിലെ റായ്പൂരിലും തുറക്കുന്ന ജ്വല്ലറികൾ ബ്രാൻഡ് അംബാസിഡർ കത്രീന കൈഫാണ് ഉദ്ഘാടനം ചെയ്യുക. ജൂലൈ 22-ന് ഉത്തർപ്രദേശിലെ കാൺപൂരിലും ഡൽഹിയിലെ ദ്വാരകയിലും ഗാസിയാബാദിലും പ്രീത് വിഹാറിലുമായി 4 ജ്വല്ലറികൾ കൂടി തുറക്കും. ഓഗസ്റ്റ് 12-ന് 3 ജ്വല്ലറികൾ തുറക്കുന്നത് വെസ്റ്റ് ബംഗാളിലും ആസാമിലും ജാർഖണ്ഡിലുമാണ്. യഥാക്രമം സിലിഗുരി, ഗുവാഹട്ടി, റാഞ്ചി എന്നിവിടങ്ങളിലാണ് ജ്വല്ലറികൾ തുറക്കുന്നത്. ഈ ജ്വല്ലറികളും ഉദ്ഘാടനം ചെയ്യുന്നത് കത്രീന കൈഫാണ്. ഇതോടെ രാജ്യത്ത് 18 സംസ്ഥാനങ്ങളിലായി കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഷോറൂമുകളുടെ എണ്ണം 100-ലെത്തും. UAE-യിലും ഒമാനിലും ഖത്തറിലും കുവൈറ്റിലും കല്യാൺ ജ്വല്ലേഴ്സിന് ഷോറൂമുകളുണ്ട്. പുതിയ ഷോറൂമുകളിലും സ്വർണം, വെള്ളി, വജ്രം ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. കല്യാൺ ജ്വല്ലേഴ്സിൽ ഉപഭോക്താക്കൾ അർപ്പിച്ച വിശ്വാസമാണ് കല്യാൺ ജ്വല്ലേഴ്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ TS കല്യാണരാമൻ പറഞ്ഞു. പരിശുദ്ധമായ സ്വർണ്ണാഭരണങ്ങൾ ന്യായമായ വിലയിൽ നൽകിയ കല്യാൺ ജ്വല്ലേഴ്സിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഉപഭോക്താക്കളുടെ പിന്തുണയാണ്. അമിതാഭ് ബച്ചനും ജയാ ബച്ചനും ഐശ്വര്യ റായിയും മഞ്ജു വാര്യരും പ്രഭുവും കത്രീന കൈഫും ഉൾപ്പെടെയുള്ള പ്രമുഖർ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഭാഗമാവുന്നതും ഇതുകൊണ്ട് തന്നെ. വിശ്വാസത്തിന്റെയും സത്യസന്ധതയുടെയും സ്വർണ്ണ തിളക്കമായി മാറുകയാണ് ആ നാമം, കല്യാൺ ജ്വല്ലേഴ്സ്. ഇടവേള. വാർത്ത തുടർന്നു. മാള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. സ്റ്റാൻഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്ത ഭാഗത്താണ് വലിയ തോതിൽ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുള്ളത്. വെള്ളം ഒഴുക്കിക്കളയാനുള്ള തോടുകൾ അടച്ചതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ ഇടയാക്കിയത്. വെള്ളക്കെട്ടിലെ മാലിന്യങ്ങൾ സ്റ്റാൻഡിലേക്കാണ് എത്തുന്നത്. 100-ലധികം ബസ്സുകളാണ് മാള സ്റ്റാൻഡിൽ വന്നു പോകുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടായിട്ടും ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. ചേലക്കരയിൽ ഗൃഹനാഥനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലക്കോട്ട് നെയ്ത്തുകുളങ്ങര വീട്ടിൽ 77 വയസ്സുള്ള ഗോപാലനാണ് മരിച്ചത്. ഇന്നലെ രാവിലെ മുതൽ ഗോപാലിനെ കാണാതാവുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് ഗോപാലിനെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദേശീയപാതയോരത്തെ മാലിന്യ നിക്ഷേപത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. സർക്കാരിന് നിവേദനം നൽകാൻ ഗ്രാമവാസികൾ ഒപ്പുശേഖരണം നടത്തി. കോനിക്കര നേതാജി വായനശാല കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാലിന്യ നിക്ഷേപത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധ സംഗമവും ജാഗ്രതാ സദസ്സും സംഘടിപ്പിച്ചത്. പാലിയേക്കര മുതൽ കോനിക്കര വരെയുള്ള ദേശീയപാതയോരത്തെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ വ്യാപകമായി തള്ളുന്നത് പ്രദേശത്തെ ജലസ്രോതസ്സുകൾ മലിനമാകാൻ കാരണമായിരുന്നു. നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ
നടപടിയെടുക്കാത്തതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മാലിന്യ നിക്ഷേപം തടയാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാർ ഒപ്പുശേഖരണം നടത്തി നിവേദനം തയ്യാറാക്കുന്നത്. തൃക്കൂർ പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ടി വി ഷാജ്കുമാർ അധ്യക്ഷത വഹിച്ചു. കെ കെ അനീഷ് കുമാർ, സി ജെ ജെയിംസ്, ഇ എസ് സുജിത്, ജിജു അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. തൈക്കാട്ടുശ്ശേരിയിലെ മൃഗസംരക്ഷണ വകുപ്പിന്റെ കൃത്രിമ ബീജസങ്കലന കേന്ദ്രത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. വർഷങ്ങളായി ജീർണാവസ്ഥയിലായിരുന്ന കെട്ടിടം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തകർന്നു വീണത്. കെട്ടിടത്തിന്റെ ജീർണാവസ്ഥയെക്കുറിച്ച് നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. കേന്ദ്രം മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ മൃഗസംരക്ഷണ വകുപ്പ് ആരംഭിച്ചു. കുന്നംകുളത്ത് തട്ടുകട തൊഴിലാളി വിബീഷ് കുമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയനായ നഗരസഭാ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. കൌൺസിലർമാർ നഗരസഭാ ചെയർപേഴ്സന്റെ ചേംബറിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. നഗരത്തിൽ ഉപജീവന മാർഗത്തിനായി തട്ടുകട നടത്തിയിരുന്ന വിബീഷിന്റെ തട്ടുകട പിടിച്ചെടുത്ത സെക്രട്ടറിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവാദിത്വം ഏറ്റെടുത്ത ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. വികസനകാര്യ സ്ഥിരം സമിതി കമ്മിറ്റി അധ്യക്ഷൻ കെ കെ മുരളി ഉദ്ഘാടനം സമരം ചെയ്തു. ഗീതാ ശശി, ശ്രീജിത്ത് തെക്കേപ്പുറം, സജീഷ് കില്ലപ്പൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. മൊബൈൽ ഫോണിൽ അശ്ലീല ചിത്രങ്ങൾ കാണിച്ച് ബന്ധുവായ 12-കാരിയെ പീഡിപ്പിച്ച മധ്യവയസ്കനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. പൊയ്യ സ്വദേശി ശിവനാണ് അറസ്റ്റിലായത്. സ്കൂൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടിയുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ കണ്ട അധ്യാപിക നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറത്തറിയുന്നത്. അധ്യാപിക നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷിച്ചത്. പ്രതിക്കെതിരെ പോക്സോ പ്രകാരം കേസെടുത്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ പി.ചി. ചെന്നായിപ്പാറ ദിവ്യഹൃദയാശ്രമത്തിലെ അന്തേവാസികൾക്കായി സ്നേഹഭവൻ നിർമ്മിച്ചു നൽകുമെന്ന് ജോയ് ആലുക്കാസ് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള സ്നേഹഭവനിൽ 120 പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. 2.5 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി ഈ വർഷം ഡിസംബറിനുള്ളിൽ പൂർത്തിയാക്കും. ഈ വർഷം രജത ജൂബിലി ആഘോഷിക്കുന്ന ദിവ്യഹൃദയ ആശ്രമത്തിന് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ സമർപ്പിക്കുന്ന ഒരു ജൂബിലി സ്മാരകം കൂടിയാണ് സ്നേഹഭവൻ. എൻഡോസൾഫാൻ ദുരിതബാധിതരായ 36 നിർധന കുടുംബങ്ങൾക്കുള്ള ഭവനങ്ങളുടെ പണി പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ വർഷം മുതൽ ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ മൊത്തം വരുമാനത്തിന്റെ ഒരു വിഹിതം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുമെന്നും ഏകദേശം 10 കോടിയോളം രൂപ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ചെലവഴിക്കുമെന്നും ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോയ് ആലുക്കാസ് പറഞ്ഞു. ജോയ് ആലുക്കാസ് കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ഡയറക്ടർ ജോയ് ആലുക്കാസ്, ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ ചീഫ് കോർഡിനേറ്റർ പി ജോസ്, ചെന്നായിപ്പാറ ദിവ്യഹൃദയാശ്രമം ഡയറക്ടർ ഫാദർ ജോർജ് കണ്ണംപ്ലാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് കോൺഗ്രസ് ചന്ദ്രാപിന്നി മണ്ഡലം കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ചത് കൗതുകമായി. നാട്ടിക ഏരിയയിലെ എല്ലാ ക്യാമ്പുകളും സന്ദർശിക്കുന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹം ചന്ദ്രാപിന്നിയിൽ എത്തിയത്. 4 ദിവസമായി 5 കുടുംബങ്ങളാണ് നേതാജി കോളനിക്ക് സമീപമുള്ള കോൺഗ്രസ് ഓഫീസിൽ കഴിയുന്നത്. ബുധനാഴ്ച 5:30 എത്തിയ വർഗീസിനെ കോൺഗ്രസ് നേതാവും പഞ്ചായത്ത് അംഗവുമായ ഉമറുൽ ഫാറൂഖ് ഹാരമണിയിച്ച് സ്വീകരിച്ചു. ക്യാമ്പ് അംഗങ്ങളോട് സുഖവിവരങ്ങൾ അന്വേഷിച്ച ശേഷം അരിയും പഴവും വിതരണം ചെയ്താണ് മടങ്ങിയത്. നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജ്യോതി പ്രകാശ്, പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, IK വിഷ്ണുദാസ്, MA ഹാരിസ് ബാബു, KA വിശ്വംഭരൻ, ഗീത മോഹൻദാസ് എന്നിവർ അനുഗമിച്ചു. കയ്പമംഗലത്തെ ക്യാമ്പുകളും സംഘം സന്ദർശിച്ചു. കടപ്പുറം പഞ്ചായത്തിൽ കടൽക്ഷോഭം മൂലം വെള്ളം കയറിയ വീടുകളിൽ അഗ്നിശമന സേന സഹായവുമായി എത്തി. വീടുകളിൽ കെട്ടിനിൽക്കുന്ന വെള്ളം വലിയ പമ്പ് ഉപയോഗിച്ച് കടലിലേക്ക് ഒഴുക്കി കളയുകയാണിവർ. ഗുരുവായൂർ, ഇരിങ്ങാലക്കുട യൂണിറ്റുകളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങളാണ് കടപ്പുറം നിവാസികൾക്ക് സഹായവുമായി എത്തിയത്. കടപ്പുറം പഞ്ചായത്തിലെ അഴിമുഖം, മുനയ്ക്കക്കടവ്, വെളിച്ചെണ്ണപ്പടി, മൂസ റോഡ്, അഞ്ചങ്ങാടി വളവ്, ആശുപത്രിപ്പടി തുടങ്ങിയ സ്ഥലങ്ങളാണ് സംഘം ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. ഗുരുവായൂർ ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ M ശ്രീകുമാർ, ലീഡിംഗ് ഫയർമാൻ T സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം.
അളഗപ്പ നഗർ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കുന്നുവെന്ന് LDF പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. പദ്ധതിയുടെ ആദ്യ ഗഡു ഇതുവരെ അനുവദിക്കാതെ UDF നേതൃത്വത്തിലുള്ള ഭരണസമിതി ഗുണഭോക്താക്കളെ അവഗണിക്കുകയാണെന്ന് LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാമസഭ നിർദ്ദേശിച്ച ലിസ്റ്റ് ഭരണസമിതി അംഗീകരിച്ച ശേഷമാണ് പദ്ധതി വിഹിതം നൽകുന്നത്. എന്നാൽ ചട്ടപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെ അനർഹരെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. മുടങ്ങി നിൽക്കുന്ന പദ്ധതി അടിയന്തരമായി പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 24-ന് LDF പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും. LDF നേതാക്കളായ KV സുരേഷ്, PK വിനോദ്, KR അനൂപ്, സോജൻ ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭയിൽ ഭരണപക്ഷ കൗൺസിലറുടെ പ്രതിഷേധം മൂലം ചക്കംകണ്ടത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിനുള്ള അജണ്ട അംഗീകരിക്കാനായില്ല. മുൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സുരേഷ് വാര്യരാണ് അജണ്ട അംഗീകരിക്കാതെ ഭരണപക്ഷത്തെ വെട്ടിലാക്കിയത്. സുരേഷ് വാര്യരുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കാമെന്ന് ഭരണപക്ഷം സമ്മതിച്ചിട്ടും അജണ്ട അംഗീകരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. കോൺഗ്രസ് അംഗങ്ങളും മുസ്ലിം ലീഗ് അംഗവും സുരേഷ് വാര്യർക്ക് പിന്തുണയുമായി എത്തി. തന്റെ വാർഡിലെ കാനകൾക്ക് അമൃത് പദ്ധതിയിൽ ഫണ്ട് അനുവദിച്ചില്ലെന്ന് ആരോപിച്ചാണ് സുരേഷ് വാര്യർ എതിർത്തത്. എന്നാൽ കാനകൾക്ക് ഫണ്ട് നൽകാമെന്ന് വൈസ് ചെയർമാൻ KP വിനോദ് അറിയിച്ചെങ്കിലും അജണ്ട അംഗീകരിക്കാൻ സുരേഷ് വാര്യർ വിസമ്മതിക്കുകയായിരുന്നു. ഒടുവിൽ ഭരണപക്ഷത്തിന് അജണ്ട മാറ്റിവെച്ചതായി പ്രഖ്യാപിക്കേണ്ടി വന്നു. കുന്നംകുളത്ത് ആത്മഹത്യ ചെയ്ത വിഭീഷിന്റെ മരണത്തിന് കാരണക്കാരായ നഗരസഭാ ഉദ്യോഗസ്ഥർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന് വഴിയോര കച്ചവട ക്ഷേമ സമിതി സംസ്ഥാന പ്രസിഡന്റ് പരമാനന്ദൻ മങ്കട ആവശ്യപ്പെട്ടു. കുന്നംകുളം തെക്കേപ്പുറത്തുള്ള വിഭീഷ് കുമാറിന്റെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. FIT ജില്ലാ പ്രസിഡന്റ് TM കുഞ്ഞിപ്പ, വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി സുലൈഖ അസീസ്, കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് ബദറുദ്ദീൻ എന്നിവരും സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നു. കേന്ദ്ര വികസനക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള ത്രിദിന പ്രദർശനവും ബോധവൽക്കരണ പരിപാടികളും ചേർപ്പ് പഞ്ചായത്തിൽ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CK വിനോദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെക്കുറിച്ചും ബാങ്ക് സേവനങ്ങളെക്കുറിച്ചും സാമ്പത്തിക സാക്ഷരതാ കൗൺസിലർമാരായ MK നിഷാന്ത്, ജിൻഡോ P ജേക്കബ് തുടങ്ങിയവർ ക്ലാസ് എടുത്തു. കുട്ടനല്ലൂരിൽ കടയുടെ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച് 5000 രൂപയും UPS-ഉം കവർന്നു. കാലിക്കറ്റ് ബനാന ചിപ്സ് എന്ന കടയിലാണ് മോഷണം നടന്നത്. ഒല്ലൂർ പോലീസ് കേസെടുത്തു. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ 11ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. ക്ഷേത്ര മേൽശാന്തി പ്രകാശൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് ആചാര്യവരണം, കലവറ നിറയ്ക്കൽ, മാഹാത്മ്യ പ്രഭാഷണം എന്നിവയും നടന്നു. ഗുരുവായൂർ മണികണ്ഠ വാര്യരാണ് യജ്ഞാചാര്യൻ. തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരിയുടെ 3 ദിവസം നീണ്ടുനിൽക്കുന്ന ജന്മശതാബ്ദി ആഘോഷം ഈ മാസം 21-ന് തുടങ്ങുമെന്ന് ഭാരവാഹികൾ ഗുരുവായൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജയന്തി സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും. 21-ന് രാവിലെ 10-ന് മഹാരാഷ്ട്ര മുൻ ഗവർണർ K. ശങ്കരനാരായണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3-ന് അനുസ്മരണ സമ്മേളനം ഗവർണർ റിട്ടയർഡ് ജസ്റ്റിസ് P. സദാശിവം ഉദ്ഘാടനം ചെയ്യും. ആഘോഷ സമിതി ചെയർമാൻ സ്വാമി സന്മയാനന്ദ സരസ്വതി, ആഞ്ഞം കൃഷ്ണൻ നമ്പൂതിരി, പ്രൊഫസർ M. മാധവൻകുട്ടി, ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, GK ഗോപാലകൃഷ്ണൻ, A. വേണുഗോപാലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര BRC നടപ്പിലാക്കുന്ന നേത്രാരോഗ്യ സംരക്ഷണ യജ്ഞമായ ജ്യോതിർഗമയ പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS ബൈജു നിർവഹിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ശിവരാജൻ അധ്യക്ഷത വഹിച്ചു. 1 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായി നേത്ര പരിശോധനാ ക്യാമ്പും കണ്ണട വിതരണവും നടത്തുന്നതാണ് പദ്ധതി. BPO K. നന്ദകുമാർ, CS ജയന്തി, PD ജിൽജി, ജോഷി മുണ്ടയ്ക്കൽ, NK സുരേന്ദ്രൻ, ലൂസി ജോയ് എന്നിവർ സംസാരിച്ചു. പട്ടികജാതി ക്ഷേമ സമിതി കൊടകര ഏരിയ സമ്മേളനം വരന്തരപ്പള്ളിയിൽ ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PK കൃഷ്ണൻകുട്ടി, MK ശിവരാമൻ, NM സജീവൻ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് കൗൺസിൽ കുന്നംകുളം മേഖലാ പ്രവർത്തന കൺവെൻഷൻ സംസ്ഥാന കൗൺസിൽ അംഗം VV ഹാപ്പി ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ പ്രസിഡന്റ് KA ജിതിൻ അധ്യക്ഷനായിരുന്നു. സൂര്യകാന്ത്, PK ശ്യാമള, PK രവീന്ദ്രൻ, വിൽസൺ ജോസഫ് എന്നിവർ സംസാരിച്ചു.
ശ്രീനാരായണപുരം ആമണ്ടൂർ മെസ്സേജ് കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ കൈമാറി. VT അബ്ദുള്ള കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MA ആദം മൗലവി അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സായിദ സുലൈമാൻ, വാർഡ് മെമ്പർ KK ഹൈദ്രോസ്, KA രമേശൻ, അബ്ദുള്ളക്കുട്ടി, VM ഷൈൻ തുടങ്ങിയവർ സംസാരിച്ചു. ജോയിന്റ് കൌൺസിൽ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൌൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം MB സൂര്യകാന്ത് അധ്യക്ഷനായിരുന്നു. പ്രതിഷേധ കൂട്ടായ്മയിൽ CPI ജില്ലാ കൌൺസിൽ അംഗം KS ജയ, CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി KT ഷാജൻ, ജോയിന്റ് കൌൺസിൽ മേഖലാ സെക്രട്ടറി PK രവീന്ദ്രൻ, AV ഹൈദ്രോസ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ യുവതിയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശി അറസ്റ്റിലായി. പഴനി സ്വദേശി പവിത്രയാണ് അറസ്റ്റിലായത്. OP വിഭാഗത്തിന് സമീപം നിൽക്കുകയായിരുന്ന നെടുമ്പാൾ സ്വദേശിനിയുടെ മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ തമിഴ്നാട് സ്വദേശിനി പിടിയിലായത്. സെപ്റ്റംബർ 21 മുതൽ 5 ദിവസങ്ങളിലായി പാരീസിൽ നടക്കുന്ന ഫ്രഞ്ച് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ ഗുരുവായൂരിൽ നിന്ന് 8-അംഗ സംഘം ഫ്രാൻസിലേക്ക് പോകുന്നു. കളരിപ്പയറ്റിനെ ആധാരമാക്കി ചിട്ടപ്പെടുത്തിയ ട്രിപ്പിക് എന്ന കലാസൃഷ്ടിയുടെ അവതരണത്തിനായാണ് സംഘം പോകുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 10-ന് സംഘം ഫ്രാൻസിലേക്ക് തിരിക്കും. കളരി അഭ്യാസികൾക്ക് പുറമെ 200ഓളം സംഗീതജ്ഞരും പരിശീലനം നേടിയ 20 കുതിരകളും അശ്വാഭ്യാസികളും കലാവിരുന്നിൽ ഒത്തുചേരും. ഇടപ്പുറത്ത് ശ്രീനിവാസൻ, MR ജവഹർ, MP സലിൽ, മിഥുൻ മുരളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വട്ടവട പഞ്ചായത്തിൽ ആരംഭിക്കുന്ന അഭിമന്യു മഹാരാജാസ് വായനശാലയ്ക്ക് കേരള കലാമണ്ഡലം പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ വൈസ് ചാൻസലർ ഡോക്ടർ TK നാരായണൻ ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TK വാസുവിന് കൈമാറി. കേരള കലാമണ്ഡലം എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം ഡോക്ടർ NR ഗ്രാമപ്രകാശ് എഴുതിയ പുസ്തകങ്ങളും ഇതോടൊപ്പം കൈമാറി. ലൈബ്രറിയൻ A ലേഖ, ഫിനാൻസ് ഓഫീസർ V ബാബു, ഡെപ്യൂട്ടി രജിസ്ട്രാർ N ഗോപകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൊടാലി സർവീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് മുരുക്കുങ്ങിലേക്ക് പോകുന്ന റോഡിലെ പാലം അപകടാവസ്ഥയിലായി. കനത്ത മഴയിൽ പാലത്തിന്റെ കരിങ്കൽ കെട്ടിനോട് ചേർന്നുള്ള മണ്ണിടിഞ്ഞതാണ് അപകടാവസ്ഥയ്ക്ക് കാരണം. പാലത്തിന്റെ കോൺക്രീറ്റ് സ്ലാബ് ഏത് സമയവും തോട്ടിലേക്ക് വീഴാവുന്ന അവസ്ഥയിലാണ്. പാലം ഇടിഞ്ഞാൽ നിരവധി കുടുംബങ്ങളുടെ യാത്രാ സൗകര്യം ഇല്ലാതാകും. അപകടാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചാലക്കുടിയിൽ ഓടിക്കൊണ്ടിരുന്ന ഓമിനി വാനിന് തീപിടിച്ച് ദുരന്തം ഒഴിവായി. പോലീസ് സ്റ്റേഷൻ റോഡിൽ ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. വിവരമറിഞ്ഞെത്തിയ ഫയർഫോഴ്സാണ് തീ അണച്ചത്. നടത്തറ സ്വദേശി ഗിരീഷ് കുമാറിന്റേതാണ് മാരുതി വാൻ. എളവള്ളി പഞ്ചായത്തിലെ വാഗ കാക്കത്തുരുത്ത് പട്ടികജാതി കോളനിയും റോഡും കനത്ത വെള്ളക്കെട്ടിലായതോടെ ജനജീവിതം ദുസ്സഹമായി. കാക്കത്തുരുത്തിൽ 30ഓളം കുടുംബങ്ങളാണ് ഉള്ളത്. കോളനി നിവാസികൾക്ക് അടിയന്തര സഹായം ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. കാലവർഷം കനത്തതോടെ അരിമ്പൂർ പഞ്ചായത്തിൽ 4-ാം കല്ലിൽ 4-ാം വാർഡിൽ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി. ചിരുക്കണ്ടത്ത് മിനിയുടെ വീടിന് ചുറ്റുപാടും മുളവെച്ച് താങ്ങി നിർത്തിയിരിക്കുകയാണ്. വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇവർ ബന്ധുവീട്ടിലേക്ക് മാറി. ചുറ്റുമുള്ള 10ഓളം വീടുകളും വെള്ളക്കെട്ടിലാണ്. അരിമ്പൂർ കുട്ടാല അമ്പലത്തിന് സമീപം കോഞ്ഞങ്ങത്ത് കുഞ്ഞന്റെ വീട്ടുകിണർ മഴയിൽ ഇടിഞ്ഞു താഴ്ന്നു. വാർഡ് മെമ്പർ CP പോൾ, KK ശശിധരൻ, KR ബാബുരാജ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ 7-ാം വാർഡിൽ കനത്ത മഴയെ തുടർന്ന് 3 വീടുകൾ തകർന്നു. MN കോളനിയിൽ താമസിക്കുന്ന തൈക്കാട്ട് പടിക്കൽ വിശ്വനാഥൻ, കണ്ണോത്ത് കിഴക്കേപ്പുരയ്ക്കൽ രാമകൃഷ്ണൻ, കണ്ണോത്ത് മനയ്ക്കക്കടവിൽ കാഞ്ഞിരത്തിങ്കിൽ ത്രേസ്യ എന്നിവരുടെ വീടുകളാണ് തകർന്നത്. ആർക്കും പരിക്കില്ല. പഞ്ചായത്ത് അംഗം NK വിമല, വില്ലേജ് ഓഫീസർ M വസന്തം, അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ ശോഭ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടൽക്ഷോഭത്തിൽ തകർന്നടിഞ്ഞ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട നാട്ടുകാർ പൊക്കുളങ്ങരയിൽ ദേശീയപാത ഉപരോധിച്ചു. ജില്ലാ കളക്ടർ TV അനുപമ കടൽക്ഷോഭ ബാധിത പ്രദേശങ്ങളിൽ വീണ്ടും എത്തി. ആശ്വാസ നടപടികൾ പ്രതീക്ഷിച്ച് കടലോരവാസികൾ.
PC ജോർജ് MLA പാലിയേക്കര ടോൾ പ്ലാസയിൽ തടഞ്ഞു. ടോൾ പ്ലാസയിൽ നടക്കുന്നത് കമ്പനിയുടെ ഗുണ്ടായിസമാണെന്ന് PC ജോർജ്. കനത്ത മഴയിൽ പുഴകളും തോടുകളും കരകവിഞ്ഞൊഴുകി. വെള്ളക്കെട്ട് ദുരിതം പേറി ജനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.